ചോദിക്കും മോഹൻലാലാണോ നല്ല നടൻ മമ്മൂട്ടിയാണോ. അപ്പം ഞാൻ പറയും സംശയം എന്താ മമ്മൂട്ടി. അപ്പോൾ കാരണം എന്താ, ഞാൻ പറയും 7 നമ്പറുകൾ കൈവശമുള്ള മോഹൻലാലിൻ്റെ അടുത്ത് വെറും 1-2 നമ്പർ വെച്ച് അടിച്ചു നിൽക്കുന്നില്ല ഇദ്ദേഹം എന്ന് പറയുമായിരുന്നു. പക്ഷെ അന്നത് പുറത്ത് പറയില്ല, ഇന്നത് പുറത്ത് പറയാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഈ മോഹൻലാൽ അഭിനയം എന്ന് പറയുന്നത് എവിടെയൊക്കെ ഇവിടെ വരികയാണ്. മമ്മൂട്ടി അത് വരുത്തിയെടുത്തതാണ്. മമ്മൂട്ടിയുടെ പരിമിതികളെക്കുറിച്ച് ഏറ്റവും കൂടുതൽ അറിയാവുന്ന ഒരാൾ മമ്മൂട്ടി തന്നെയാണ്. പിന്നെ മമ്മൂട്ടി എന്ന നടനെ സൃഷ്ടിച്ചെടുത്തത്. ഇപ്പം സത്യത്തിൽ പരിമിതികളൊക്കെ മാറി, പുള്ളിക്ക് എന്തും ചെയ്യാം. ഇത് ഇന്ത്യയിലെ തന്നെ വലിയൊരു ആക്ടർ എന്നുള്ള പേര് ഏറ്റെടുത്തു. ആ നടൻ്റെ പിന്നിൽ ഒറ്റ പ്രസ്ഥാനം ഉണ്ടായിട്ടുള്ളൂ, അത് മമ്മൂട്ടി മാത്രമാണ്. അതായത് ലോഹിതദാസിന്റെ ഒരു പക്ഷമുണ്ട്. അതായത് മോഹൻലാൽ വളരെ നാച്ചുറൽ ആയിട്ടുള്ള ആക്ടറാണ്. പക്ഷെ മോഹൻലാൽ എന്ന് പറയുന്ന നാച്ചുറൽ ആക്ടറിന്റെ ചില അംശങ്ങൾ കഥാപാത്രങ്ങളിൽ കാണും. പക്ഷെ മമ്മൂട്ടി എന്ന് പറയുന്ന ആളുടെ ഒരംശവും ഇപ്പം ഭൂതക്കണ്ണാടി ആയാലും ഇപ്പൊ അവസാനം ഇറങ്ങിയ കറുത്ത പക്ഷിയായാലും പൊന്തന്മാടയാണെങ്കിലും അതിനകത്ത് കാണില്ല. അപ്പൊ ആ അർത്ഥത്തിൽ മമ്മൂട്ടിയാണ് കൂടുതൽ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു നടൻ എന്നൊരു വാദം. അതിനകത്ത് ഫ്ലെക്സിബിലിറ്റിയെ പറ്റി പറയാൻ പറ്റില്ല. ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത് വേറെ കാര്യം. പക്ഷേ ഈ മമ്മൂട്ടി ചില കഥാപാത്രങ്ങൾ എടുക്കുമ്പം ഈ പുള്ളിക്ക് ഈ വളരെ സെൻസിറ്റീവായിട്ടുള്ള മനസ്സാണ്. നമ്മൾ ഈ ചില കാര്യങ്ങളിൽ നിന്ന് പറയുമ്പോൾ തന്നെ പുള്ളിയുടെ മുഖം റെഡാകുകയും കണ്ണ് നനയുകയും ചെയ്യും. വളരെ ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ കണ്ണൊക്കെ നനയുന്നൊരു ആളാണ്. പുള്ളി ചെയ്യുന്ന ഏതെങ്കിലും കഥാപാത്രം ആ കഥാപാത്രത്തിനോട് അടുപ്പം തോന്നിക്കഴിഞ്ഞാൽ മമ്മൂട്ടി പലപ്പോഴും ആ കഥാപാത്രമായിട്ട് മാറി. അത് അങ്ങനെയുള്ളത് മമ്മൂട്ടിക്ക് വളരെ ചുരുക്കമായിട്ടേ വീണ് കിട്ടിയിട്ടുള്ളൂ.